സംസ്ഥാനത്ത് മൺസൂൺ നേരത്തെ എത്തി. വരുന്ന 10 ദിവസത്തിനുള്ളിൽ അതീവ ജാഗ്രതയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിൽ അടിയന്തര ഘട്ടത്തിൽ 5 ലക്ഷം പേരെ താമസിപ്പിക്കാനുള്ള ക്യാമ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ ജൂൺ 2 വരെ അവധിയെടുക്കരുത് എന്നും മന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. കേരളത്തിൽ മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശം. അടിയന്തര ഘട്ടത്തിൽ 3950 ക്യാമ്പുകൾ തുറക്കാവുന്ന സൗകര്യം നിലവിലൊരുക്കിയിട്ടുണ്ട്. അത്യാവശ്യ സാഹചര്യത്തിൽ 5 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിക്കാം. കേരളത്തിൽ ഇന്ന് യോഗം നടക്കുമ്പോൾ 3950 ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ട്. 2 ക്യാമ്പുകളെ ഇപ്പോൾ ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ 3950 ക്യാമ്പുകളിലായി 5,29,539 പേരെ വരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലെല്ലാം റവന്യൂ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക ചുമതലക്കാരായി നിശ്ചയിക്കപ്പെടണമെന്നും അവരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ നടത്തണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങളടക്കം തുടങ്ങാനുള്ള സൗകര്യമൊരുക്കും. ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്ന കവചം 100 ഇടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ കവചം സ്ഥാപിച്ചതിനു ശേഷമുള്ള ആദ്യ മൺസൂണാണിത്. കവചം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മഴക്കാല മുന്നറിയിപ്പും അതിൻ്റെ പ്രശ്നങ്ങളുമാണ് നമ്മൾ നേരിടുന്നത്. 100 ഇടങ്ങളിൽ കവചം പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ സന്ദേശങ്ങൾ നൽകാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡാമുകളുടെ യോഗം ഇന്നലെ തന്നെ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. ആ ഡാമുകളിലെ റൂൾ കർവുകൾ ഉള്ള ഇടങ്ങളിലും ഇല്ലാത്ത ഇടങ്ങളിലും റൂൾ കർവ് നിർബന്ധമായും നടപ്പിലാക്കാൻ, കൃത്യമായി വെള്ളം വരുന്നൊരു കേന്ദ്രം എത്തിയാൽ അത് അതത് സമയങ്ങളിൽ ഓപ്പറേറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഡാമുകളുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഡാമുകളുടെ റൂൾ കർവ് കൃത്യമായി നടപ്പിലാക്കും. റവന്യൂ ഉദ്യോഗസ്ഥർ ജൂൺ 2 വരെ അവധിയെടുക്കരുത്. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചരണം നടത്തരുത്. തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. അതത് ജില്ലയിലെ ജില്ലാ കളക്ടർമാർ യഥാസമയം മുന്നൊരുക്കങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുമെന്നും മന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയിലെത്തി യോഗം ചേർന്നതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.